എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. തെറ്റിദ്ധാരണ പടർത്തുക എന്നൊരു പദപ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു പൈശാചിക തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധതന്ത്രമായി മാറിയിരിക്കുകയാണ്. തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എതിരാളിയുടെ മനസ്സുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ആ തന്ത്രം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയാണ് ആദ്യമായി കാണുന്നത് എന്ന കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം മുറുകുകയാണ്. ഇപ്പോഴത്തെ 2 ആഴ്ചത്തേക്ക് സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്കിലും അത്ര കണ്ട് ശാന്തത ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ അവിടെ കാണുന്നില്ല. ഇറാനാണ് മെച്ചമെന്നും അമേരിക്കയാണ് മെച്ചമെന്നും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും മെച്ചം എന്നുള്ള കാര്യം. ഈ യുദ്ധത്തിനിടയിൽ വളരെ റീസെന്റ് ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട 2 തെറ്റിദ്ധാരണ പടർത്തലുകളെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ നാളത്തെ ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ പടർത്തലും ഒക്കെ കൂടെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ദീർഘനാളുകൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് അമേരിക്ക കൂടി ഇറങ്ങി ഇറാനെ അടിക്കുന്ന ഒരു തരത്തിലേക്ക് കഥ മാറിയത്. ഇറാനെ ഇപ്പൊ നശിപ്പിച്ചേക്കാം എന്ന നിലപാടിലാണ് 37-38 ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധം ആരംഭിച്ചു വച്ചത്. അതിന്റെ അത്യാവശ്യമായ കാര്യം ഇറാന്റെ മത നേതാവായിരുന്ന ഖമനയിയെ വധിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം നീണ്ട 2 വർഷത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്രായേലിന് അത് കഴിയാതെ പോയതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ യുദ്ധം 2ാമത്തെ റൗണ്ട് ആരംഭിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ഉദ്ദേശം, ആദ്യമേ ആ ഉദ്ദേശമുണ്ട് എങ്കിലും ഖമനയെ വധിക്കുക എന്നുള്ളതായിരുന്നു. അതിനു മുമ്പ് തന്നെ അവർ ഹിസ്ബുള്ളയെയും നേതാവിനെയും എല്ലാവരെയും വധിച്ചു. ഹൂത്തികളുടെ നേതാവിനെ വധിച്ചു. ഹമാസിന്റെ നേതാക്കന്മാരെ ഒരുപാട് പേരെ വധിച്ചു. ഇങ്ങനെ പലരെ, അപ്പൊ തന്നെ ഇറാന്റെ പൊളിറ്റിക്കൽ നേതാക്കന്മാരെ പലരെ വധിച്ചു. ഇങ്ങനെ ഇസ്രായേൽ ഉഷാറായി യുദ്ധം നടത്തി വരുന്നു. എങ്കിലും അവർക്ക് ഖമനയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അത് കഴിയാത്തതാണോ വേണ്ടാന്ന് വെച്ചിരുന്നാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഖമനയെ കൊല്ലണം എന്നുള്ളൊരു നിശ്ചയത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത ദിവസമാണ് തെറ്റിദ്ധാരണ പടർത്തലിലെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു ശബത്തായിരുന്നു. ശബത്തിന്റെ ആഘോഷങ്ങൾ നിലനിൽക്കുന്ന ദിവസം, ആൾക്കാരെല്ലാവരും ആ ആഘോഷത്തിലായിരിക്കുന്ന സമയം, ഒരിക്കലും ശത്രു രാജ്യം പ്രതീക്ഷിക്കില്ല, ഇറാനെ പോലൊരു രാജ്യം പ്രതീക്ഷിക്കില്ല അന്ന് യുദ്ധം നടക്കുമെന്ന്. ശബത്തിന്റെ പ്രധാന ആചാരങ്ങൾ, അതിന്റെ ഉല്ലാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയം തന്നെ ഖമനയും അവരുടെ വേണ്ടപ്പെട്ടവരും സെക്രട്ടേറിയറ്റ് കൂടാൻ തീരുമാനിക്കുകയാണ്. അവരങ്ങനെ ആ സമയം അവരുടെ സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. ആ സമയം ഇസ്രായേൽ സൈന്യം മുഴുവൻ അവിടെ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഒരിക്കലും ഒരു പ്രതീക്ഷയും ഇറാന് കൊടുക്കാതെ അവരുടെ ഹൃദയത്തിൽ ഒരു തെറ്റിദ്ധാരണ, ഇന്നിനി പാടി നടക്കില്ല, അത്തരത്തിലൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ ആഘോഷങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പട്ടാളക്കാർ കുപ്പായം പോലും മാറാതെ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേ കുപ്പായത്തിൽ അവർ അവിടുന്ന് വിമാനമെടുത്ത് നേരെ ഇവിടേക്ക് വന്ന് ഇറാനെ തകർക്കുകയാണ്. 30ഓളം മിസൈലുകൾ ഖമനയും അവരുടെ വേണ്ടപ്പെട്ടവരും തമ്പടിച്ചിരുന്ന ഇടത്തേക്ക് അവർ നിക്ഷേപിക്കുകയാണ്. അതിനുവേണ്ടി അവർ ബ്ലൂ സ്പാരോ എന്ന് പറഞ്ഞ ഒരു മിസൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ഇറാനെ തകർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയും. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന തിരശ്ചീനമായി യാത്ര ചെയ്യാതെ ഏറ്റവും മുകളിൽ പോയിട്ട് കുത്തനെ വീഴുന്ന, എന്ന് പറഞ്ഞാൽ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഉയരത്തിലേക്ക് പറത്തിയിട്ട് കുത്തനെ ഇടുന്ന, കേട്ടോ, അവിടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ഇവർ അന്തരീക്ഷത്തിൽ എവിടെ ഇതിനെ വാച്ച് ചെയ്താലും കാണാൻ പറ്റില്ല. നേരെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പതിപ്പിക്കുന്ന ഒരു രീതി. അപ്പൊ കണ്ട മുഴുവൻ തെറ്റിദ്ധാരണകളാണ്.
ഒരിക്കലും ഞങ്ങൾ അടിക്കാൻ സാധ്യതയില്ലെന്ന ഒരു കളം വരുത്തി വെച്ചിട്ട് കൃത്യമായ അടി. അതോടുകൂടി ഗമനയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടത്തെ മുഴുവൻ കൊന്നുകളയാൻ ഇസ്രായേലിന് കഴിയും. രണ്ടാമത്തെ തെറ്റിദ്ധാരണ പടത്തിൽ നടക്കുന്നത് കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ്. നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ അടിച്ചിടുകയാണ്. അതിലെ ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയാതെ പോകുന്നു. അറൌണ്ട് 48 hours. ഇറാന്റെ മണ്ണിൽ തന്നെ അയാൾ ഉണ്ടെന്ന ഉറപ്പ് ഇറാനുമുണ്ട്, അപ്പൊ തന്നെ അമേരിക്കയ്ക്കുമുണ്ട്. ഇറാൻ അതിന് ഇനാം പ്രഖ്യാപിക്കുകയാണ്. ആളെ പിടിച്ചു തന്നാൽ ഇത്ര $1 തന്നേക്കാം. ഇറാനിലെ ജനതയോടാണെന്ന് അറിയണം. ഇതെങ്ങനെ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ പൈലറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. 50 പേരും 100 പേരും കാണാം. അവസാനം ഈ ആള് മൊത്തം കൂടി ഇത് ആർക്കൊക്കെ ഇനാം കൊടുക്കും ഇതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഒരു ഇനാം പ്രഖ്യാപനം നടന്നു. അപ്പൊ അത്ര ജാഗ്രതയോടുകൂടി ഇറാൻ ആ ആളിനെ വേണം, അത് വെച്ചാണ് വിലപേശാൻ എന്ന നിലയിൽ അവർ വർക്ക് ചെയ്യുകയാണ്. ഈ സമയം അമേരിക്കയിൽ നിന്ന് കുറെ ഹെലികോപ്റ്ററുകളും ഒരു വിമാനവുമായി അവർ അവിടെ നിന്ന് വരികയാണ് ആളെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ വരുന്നതിന് മുമ്പ് അവരൊരു തെറ്റിദ്ധാരണ പറഞ്ഞു. അവർ പറഞ്ഞു, ആളെ ഞങ്ങൾ ഇനി കൊണ്ടുപോകുന്നു, ആൾ അവിടെ ഒന്നുമില്ല. അപ്പൊ വാസ്തവത്തിൽ ആൾ ഇറാന്റെ മണ്ണിലുണ്ട്. കൃത്യം സിഗ്നൽ അവർക്ക് കിട്ടുന്നുണ്ട്. ആളിനെ അവർക്ക് എടുക്കണം, പക്ഷേ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഇറാന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അവരൊരു തെറ്റിദ്ധാരണ പടർത്തുകയാണ്. ഞങ്ങൾ ഇനി കൊണ്ടുപോകുന്നു, ഇനി അവിടെ ഇല്ല, ആളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു സീൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇറാനെ പുറകോട്ടടിച്ചിട്ട് ഹെലികോപ്റ്ററുകളും ഒരു വിമാനവുമായി അമേരിക്ക ഇറാന്റെ മണ്ണിൽ ഇറങ്ങി കൃത്യമായിട്ട് ആളെ എടുക്കുകയാണ്. ആളെ എടുക്കാൻ വരുമ്പോൾ ഇറാൻ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവരത് വളയുന്നു. ഇസ്രായേൽ അവരെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അമേരിക്ക അവരെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അമേരിക്ക അവരുടെ പോരാളിയെയും കൊണ്ട് രാജ്യം വിടുകയാണ്. അപ്പോഴും അവർക്ക് പറ്റിയൊരു അപകടം, അവർ കൊണ്ടുവന്ന വിമാനം ചതുപ്പിൽ താന്നുപോയി. അതിനെ ഉയർത്താൻ കഴിയാതായി പോയി. ആ വിമാനം ഉപേക്ഷിച്ച് അതിനെ ബോംബിട്ട് തകർത്ത് എന്നിട്ട് അവര് എല്ലാവരും കൂടി ഹെലികോപ്റ്ററിൽ ഓവർലോഡ് കയറി പോവുക. ഞാൻ പറഞ്ഞതിന്റെ സാരം, അവരുദ്ദേശിച്ച കാര്യം ചെയ്തെടുക്കാൻ ഖമനയെ തട്ടാൻ വേണ്ടി കൃത്യമായി അവരൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അന്ന് അവർ ആക്ഷൻ എടുത്തു. അമേരിക്കയുടെ പൈലറ്റിനെ ഇറാന്റെ മണ്ണിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു തെറ്റിദ്ധാരണ പടർന്നു. അപ്പൊ തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഈ അടികളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇലക്ഷൻ നാളെ നടക്കുകയാണ്. ഇലക്ഷനിലെ മുമ്പ് നാടാകെ ഫ്ലക്സുകൾ വാരി നിരത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന്റെ മികവുകൾ എന്ന വ്യാജേന വാരി നിരത്തിയിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, ജനഹൃദയങ്ങളിൽ വല്ലാത്ത തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ന് വരുത്തിക്കൊണ്ട് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിരുന്നൊരു കാലം. 10 കൊല്ലം കൊണ്ട് ശരിയായത് എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല ബോധ്യമാണ്. കുറെ തെറ്റിദ്ധാരണകൾ ജനഹൃദയങ്ങളിൽ പടർത്തിക്കൊണ്ട് ഞങ്ങളിവിടെ ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇനിയും ഞങ്ങൾക്ക് 5 കൊല്ലം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത മേഖലകളും നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ്. 10 കൊല്ലം കൊണ്ട് മൂപ്പര് ഓട്ടോ ഓടിക്കുകയാണ്. ഒരു പുതിയ വണ്ടി പുള്ളിയുടെ പേരിനുണ്ട്. വാസ്തവത്തിൽ അത് പുള്ളിയുടെ ഒരു അളിയച്ചാരുടെ പേരിനാണ് അത് എടുത്തത്, ലോൺ ഉണ്ടായിരുന്നത് കൊണ്ട്. അതിനുശേഷം ഈ അടുത്തിടയ്ക്ക് പുള്ളിയുടെ പേരിലേക്ക് അത് മാറ്റുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് വർഷാവർഷം ടെസ്റ്റ് നടത്തേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിൽ 10 കൊല്ലമൊക്കെ ആയി വണ്ടിക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ ഈ 10 കൊല്ലത്തെ ക്ഷേമനിധി അടയ്ക്കണം പോലും. ഒരു 15,000-ഓ 20,000-ഓ രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 കൊല്ലം കൊണ്ട് അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി, ഇനി അത് ഇവരുടെ തന്നെ കുടുംബത്തിലെ ആണെങ്കിലും മറ്റൊരാളുടെ പേരിലിരുന്ന ആണല്ലോ, വെളിയിലിരുന്നാണെന്ന് നിങ്ങൾ വെച്ചോളൂ. കഴിഞ്ഞ കൊല്ലം അയാളുടെ പേരിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നോർമൽ സെൻസിൽ നോക്കിയാൽ കഴിഞ്ഞ കൊല്ലം ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ മേടിച്ച ആളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അയാള് കൊണ്ടുചെന്ന് ടെസ്റ്റ് ചെയ്ത് വണ്ടിയെ പുതുക്കാൻ ശ്രമിക്കുമ്പോൾ, അയാളുടെ വണ്ടി പുതുക്കി അതിന്റെ പേപ്പറുകൾ പുതുക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പണ്ടാരുടെയോ കയ്യിലിരുന്ന 8-9 കൊല്ലത്തെ ക്ഷേമനിധി അടക്കം
അടച്ചാലേ ഇത് പുതുക്കി കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് 1-2 രൂപയല്ലെന്നറിയണം. 10,000-10,000 രൂപ ഒരു ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അസറ്റാണ്. ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് തട്ടിമുട്ടി ജീവിച്ചു പോകുന്നവരാണ്. ഒരു ടെസ്റ്റിന്റെ പണി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തലകീഴായി മാറി. അപ്പോഴാണ് ഇവര് പറയുന്നത് ടെസ്റ്റിന് പാസ്സാക്കി കിട്ടണമെങ്കിൽ ക്ഷേമനിധി. ഇത് ഏവന് കൊടുക്കുന്നതാ? 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെക്കുന്നതിനുള്ള പെർമിറ്റ് കിട്ടാൻ 100-200 രൂപയേ ഉള്ളൂ. ഇന്നത് 3,000-4,000 മാറിയിരിക്കുകയാണ്. സകലത്തിന്റെയും ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. സകല സാധനങ്ങളുടെയും വില വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ഇവിടുത്തെ സംവിധാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്നതിന് യാതൊരു സംശയവും വേണ്ട. പാർട്ടിക്കാരെ മുഴുവൻ ജോലിയിലേക്ക് കടത്തുക, മാക്സിമം പേർക്ക് അനാവശ്യ പെൻഷനുകൾ വരുത്തി കൊടുക്കുക. പിന്നെ മുഖ്യമന്ത്രിയുടെ ധൂർത്ത് നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബ് പറയുന്ന കേട്ടു, ഫ്രാൻസിൽ ഒരു ഹോട്ടലിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ ഇയാളെടുത്ത ഹോട്ടലിന്റെ വാടക 7 ലക്ഷം രൂപയാണ് പോലും. ഇന്ന് ഒരല്പനേരം ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്യാൻ വരുന്നതിന് മുമ്പ് മറുനാടൻ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിൽ കോതമംഗലത്തുള്ള ഒരു വാർഡിലെ കുറച്ചധികം ആൾക്കാർ ടാർപോളിൻ കെട്ടി കിടക്കാണ്. ടാർപോളിനകത്ത് പോലും കിടക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ ടാർപോളിൻ കെട്ടാൻ പോലും നിവൃത്തിയില്ലാത്ത 1 ലക്ഷം രൂപ ചെലവാക്കിയാൽ 50ഓളം വീടുകൾക്ക് ടാർപോളിൻ ഇടാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ 25 ആയിക്കോട്ടെ. അത്തരത്തിൽ 7 മടങ്ങ് ചെലവാക്കി ഫ്രാൻസിൽ ചെന്ന് കിടക്കേണ്ടുന്ന കാര്യം എന്താണ്? കേരളത്തിന്റെ എന്തെങ്കിലും പുരോഗമനത്തിന് വേണ്ടിയാണോ? അല്ല. ഈ സകല സിസ്റ്റവും ഇവര് തന്നെ കയ്യിൽ വെച്ച് എത്ര നല്ല ഭംഗിയായി ജോലി ചെയ്യാൻ കഴിവുള്ള ഓഫീസേഴ്സിന് ഇവർ നശിപ്പിച്ചിരിക്കുകയാണ്. സിസ്റ്റങ്ങൾ മുഴുവൻ കൊളാപ്സ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വളരെ ഭംഗിയായി നാട്ടുകാർക്ക് അറിയാമെങ്കിലും ആർക്കും അത് പറയാൻ കഴിയുന്നില്ല. എനിക്ക് മുഖ്യമന്ത്രിയെ 10 കൊല്ലം മുമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് ഞാൻ കേൾക്കാറുണ്ട്. കാരണം കൊള്ളാം, നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ട്. പക്ഷെ പിന്നീട് ഈ അവസാനം മോഹൻലാലുമായിട്ട് അദ്ദേഹത്തിന്റെ അഭിമുഖവും അത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒറിജിനൽ ആയിട്ട് എന്തോ നടക്കുന്നതാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് PR വർക്കിന്റെ ഭാഗമാണ്. നമ്മുടെ നികുതിപ്പണം എടുത്ത് അടുത്ത പ്രാവശ്യവും കസേര പിടിക്കാൻ വേണ്ടി 11.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ പടർത്തുക. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയിൽ കണ്ടത് അയാളുടെ മികവെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ വളരെ പ്രൊഫഷണൽ ടച്ചോടുകൂടി പടർത്താനുള്ള കപ്പാസിറ്റിയാണ്. അത് ചെറുതല്ല. എനിവേ, ഇതിനിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്താനുള്ള അവരുടെ കപ്പാസിറ്റി അവർ നന്നായി ഉപയോഗിക്കുകയാണ്. അതിനെ കൃത്യമായി തിരിച്ചടിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം വളരെ മനോഹരമായി ഒരു 3-4 വീഡിയോ ഇട്ടുകൊണ്ട് കേരള സർക്കാർ അല്ലെങ്കിൽ LDF ഇപ്രാവശ്യം പടർത്താൻ ശ്രമിച്ച സകല നുണകളെയും പൊളിച്ചടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പെട്ടിയിലാക്കാൻ ഇവർ ശ്രമിച്ചത്. അതിന് കോൺഗ്രസുകാർ കൂട്ടുനിന്നു, VD സതീശൻ അടക്കം കൂട്ടുനിന്നു എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. UDFന്റെ കയ്യിൽ വന്നാൽ ഭരണം നന്നാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. കാരണം മുഖ്യമന്ത്രിയാകാൻ തന്നെ 3-4 പേര് ഉടുപ്പിട്ടുകൊണ്ട് നിൽപ്പുണ്ട്. മെയ് 4 ആകട്ടെ, അപ്പോൾ നമുക്കറിയാം ഇതേത് ദിശയിലേക്കൊക്കെ പോകുമെന്ന്. അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ തെറ്റിദ്ധാരണയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഇലക്ഷന്റെ തൊട്ട് തലേന്ന് ഇന്ന് പാലക്കാടത്തെ BJP സ്ഥാനാർത്ഥി പാലക്കാട്ടുള്ള ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതിനകത്തൊരു തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി ആ സ്ഥാനാർത്ഥി പറഞ്ഞത് കാറിനകത്തിരുന്ന ചെറുക്കൻ എന്നെ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന്. എത്ര മോശമാണ് ഈ സിസ്റ്റമൊക്കെ. ഇതൊക്കെ കാലപ്പഴക്കമുള്ളതല്ലേ, വളരെ കാലപ്പഴക്കമുള്ള ഇടാകൂടങ്ങളല്ലേ ഇതൊക്കെ. എന്നെ ലൈംഗിക ചുവയോടെ നോക്കി. എന്തിനാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ ശ്രമിക്കുന്നത്? കൊടുത്ത കാശ് അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊങ്ങാതിരിക്കാൻ എന്നെ ലൈംഗിക ചുവയോട് നോക്കി, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നതോടുകൂടി കാശ് കൊടുത്തതിന്റെയും സാരി കൊടുത്തതിന്റെയും തെറ്റിനെ അതിലേക്കുള്ള മനുഷ്യരുടെ ശ്രദ്ധ
തിരിച്ചുവിടാം എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഈ രാത്രിയിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം തെറ്റിദ്ധാരണ പടർത്തലുകളാണ്. കഴിഞ്ഞ പകലിൽ ഞാനൊരു വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ സുവിശേഷീകരണം നടത്തുന്ന ഒരു പാസ്റ്ററുടെ മകൻ എന്ന് പറഞ്ഞാണ് അയാള് വീഡിയോ ചെയ്തത്. പെന്തക്കോസ്തുകാരൊക്കെ തീവ്രവാദികളാണെന്നും അവര് പറയുന്ന സുവിശേഷം വലിയ കാര്യമുള്ളതല്ലെന്നും ഒക്കെ പറഞ്ഞ് പുള്ളി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. അയാളുടെ അനുഭവമാണ്, അയാളത് പറഞ്ഞിരിക്കുകയാണ്. എന്നെ അതിൽ ഞെട്ടിപ്പിച്ചത്, പാസ്റ്റർമാരെന്ന് പറഞ്ഞ് കുപ്പായം ഇട്ട് നടക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഉപദേശിയുടെ മകൻ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കഥകൾ എന്നാണ് അയാൾ പറഞ്ഞത്. എന്താണ് സുവിശേഷം എന്നതിന്റെ അർത്ഥം പോലും അറിയാതെ IPC പാസ്റ്ററുടെ മകനായി ബീഹാറിൽ 25 28 കൊല്ലം ജീവിച്ച ആ കുഞ്ഞിന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വരുന്നത് തെറ്റല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം പുള്ളിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. തെക്കെന്ത് വടക്കെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അയാളുടെ അപ്പനും ഇത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് ഇതിന്റെ ദുരന്തം. സുവിശേഷ വേലയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്താണ്? വാസ്തവത്തിൽ എന്താണ് സുവിശേഷം എന്ന് ഈ നടക്കുന്നവർക്കെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റിദ്ധാരണയാണ്. ജനഹൃദയങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സഹോദരി കണ്ടവർ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെന്നാണ് പറയുന്നത്. പക്ഷേ 17 കൊല്ലത്തിലധികമായി അവർ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയായിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായത്? ക്രിസ്തുവിൽ എന്ത് ശ്രേഷ്ഠതയാണ് കണ്ടത്? അപ്പൊ അവര് പറയുകയാണ്, എന്ത് പ്രാർത്ഥിച്ചാലും എന്റെ ദൈവം എനിക്ക് തരും, എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമാണ്. ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. എന്റെ ചങ്കിനകത്തുകൂടി ഒരു ശരം കടന്നു പോകുന്നത് പോലെ ആയിപ്പോയി. കാരണം ക്രിസ്തുവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവരെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തിരുവഴുത്തിലില്ലാത്ത മറ്റൊരു ക്രിസ്തുവിലേക്ക് അവരെ നടത്തിയിരിക്കുകയാണ്. പാവം ജനം അവർക്കത് അറിയില്ല. എന്നിട്ടും ആ സഹോദരി ഇസ്ലാം മതം ഉപേക്ഷിച്ചു, ആഭരണം ഉപേക്ഷിച്ചു, സഭയിൽ ചെന്ന് സ്നാനപ്പെട്ടു, 17 കൊല്ലമായിട്ട് ചർച്ചിൽ പോവുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഷീ ഡസന്റ് നോ ഹു ഈസ് ക്രൈസ്റ്റ്. ഇവിടെയാണ് ഉപദേശിമാർ ഈ ജനത്തെ തെറ്റിദ്ധാരണ പടർത്തുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം. നമ്പർ 1, ഖമനയെ കൊല്ലാനുള്ള തെറ്റിദ്ധാരണ പടർത്തൽ. നമ്പർ 2, ഇസ്രായേലിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്താനുള്ള തെറ്റിദ്ധാരണ പടർത്തൽ. നമ്പർ 3, അടുത്ത ഭരണം പിടിച്ചെടുക്കുവാൻ വേണ്ടി LDF നടത്തുന്ന തെറ്റിദ്ധാരണ പടർത്തൽ. നമ്പർ 4, ശോഭാ സുരേന്ദ്രൻ അവർ കൊടുത്തിരുന്ന കോഴയ്ക്കെതിരെ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമം നടത്തുന്നത്. നമ്പർ 5, സത്യസുവിശേഷം എന്ന വ്യാജേന പടർത്താൻ ശ്രമിക്കുന്ന മറ്റൊരു ഗോസ്പൽ. ഇതിൽ ഏറ്റവും അപകടം ദ ലാസ്റ്റ് വൺ. ജനങ്ങൾ മതം മാറുന്നു, അതിൽ കാര്യമില്ല. ക്രിസ്ത്യാനികൾ ഇവിടെ ഇഷ്ടം മാതിരിയുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ക്രിസ്തീയ ശുശ്രൂഷകന്മാർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. If you are not sharing this genuine Jesus and genuine gospel and genuine spirit, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ പടർത്തലാണ്. അപ്പൊ തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ജനത്തെ പിന്നെയും നരകത്തിലേക്ക് തന്നെ വിടുന്ന ഒരു കാഴ്ച, അത് ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. തെറ്റിദ്ധാരണ ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ദൈവം തന്റെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, എടോ ഞാൻ നിങ്ങളുടെ അപ്പനും നിങ്ങൾ എന്റെ മക്കളുമാണ്. ഇനി അത് നിങ്ങൾക്ക് തുടരണ്ടെങ്കിൽ ഏദനിൽ നടുവിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്, അതിന്റെ ഫലം തിന്നാം. അത് തിന്നാൽ തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. തിന്നരുത് എന്നാണ് പറഞ്ഞത്. തിന്നാൽ തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ നീ മരിക്കും. അവിടെ പിശാച് സർപ്പത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് മനുഷ്യനോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം വാസ്തവമായി തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? കണ്ടോ, തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുകയാണ്. അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർപ്പം പറയുകയാണ്, തിന്നുന്നുണ്ടോ കുഴപ്പമില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. കണ്ടോ, ഒരു തെറ്റിദ്ധാരണ അങ്ങോട്ട് കടത്തുകയാണ്.
അവരത് കഴിച്ചു. എന്താ റിസൾട്ട്? അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി പോയി. കണ്ടോ? അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തന്ത്രശാലിയായ ചെകുത്താൻ സർപ്പത്തിന്റെ തന്ത്രം കൂടി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ തലയ്ക്കകത്ത്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് തെറ്റിദ്ധാരണ പടർത്തുകയായിരുന്നു. അതിന്റെ എൻഡ് റിസൾട്ട് മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ, മനുഷ്യനുണ്ടായിരുന്ന ദൈവം മക്കൾ എന്ന പദവി ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കൾ എന്ന പദവി തിരിച്ചു തരാനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതിനെയും ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്നാൽ മുട്ടുവേദന മാറും, പനി മാറും, തലവേദന മാറും, എല്ലാ കാര്യത്തിനും കൊള്ളാം. അല്ല, അത്തരത്തിൽ രോഗം മാറ്റാൻ കഴിയുന്നതും, പട്ടിണി മാറ്റാൻ കഴിയുന്നതും, വീട് തരാൻ കഴിയുന്നതും, കാറ് തരാൻ കഴിയുന്നതും, മക്കളെ തരാൻ കഴിയുന്നതുമായ ദൈവങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ നിത്യജീവൻ തരാൻ കഴിയുമെന്നുള്ള, അപ്പനുമായി അറ്റുപോയ ബന്ധം തിരിച്ചു തരാൻ കഴിയുമെന്നുള്ള പിതാവായ ദൈവത്തോട്, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുവാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഭൂപ്പരപ്പിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് പത്രോസ് എടുത്തു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഖമനയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഒരു തെറ്റിദ്ധാരണയ്ക്ക് അമേരിക്കയുടെ പൈലറ്റിനെ മടക്കാൻ കഴിഞ്ഞു. LDFന്റെ തെറ്റിദ്ധാരണ പടർത്തലിന് ഒരിക്കൽ കൂടി കേരളത്തെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇടവരരുത്. ശോഭേച്ഛയുടെ തെറ്റിദ്ധാരണ പടർത്തൽ അവരെ നിയമസഭയിൽ എത്തിക്കുവാൻ കാരണമാകരുത്. ഉപദേശിമാരുടെ തെറ്റിദ്ധാരണ പടർത്തൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോടുള്ള നിത്യജീവൻ ലഭ്യമാകാതെ പോകരുത്. തെറ്റിദ്ധാരണകൾ നമ്മുടെ തലച്ചോറിൽ ആരും കടത്താതിരിക്കാൻ സൂക്ഷിക്കുക. നമ്മുടെ തലച്ചോറിന് ചുറ്റും നല്ലൊരു വേലി കെട്ടി നമ്മളെ തന്നെ സൂക്ഷിക്കുക. മറ്റാരും അവരുടെ മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ കരുതലുള്ളവരായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.